ദീർഘദൂരയാത്രാ വാഹനങ്ങളിലെ ജോലിക്കാരുടെ വിശപ്പകറ്റാൻ ലക്ഷ്മണ നായ്ക്കും കുടുംബവും ഇനിയില്ല. നിരവധി പേരുടെ വിശപ്പകറ്റിയ ആ കുടുംബത്തെയാകെ കലിതുള്ളിയെത്തിയ പ്രകൃതി കവർന്നെടുത്തു. ഇന്ന് ആ കുടുംബം നിന്നിരുന്ന സ്ഥലത്ത് ഉള്ളതാകട്ടെ ഒരു കല്ല് മാത്രം. പൻവേൽ കന്യാകുമാരി ദേശീയപാതയിലെ ദീർഘദൂര ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങളിലെ ജോലിക്കാരുടെ ആശ്വാസമായിരുന്നു ഷിരൂർ ഗംഗാവാലി പുഴയ്ക്കരികിലെ ലക്ഷ്മണ നായ്ക്കിന്റെ ചായക്കട. അടുത്തു തന്നെ പുഴയുള്ളതിനാൽ കുളിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ കണക്കിലെടുത്ത് ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവരുടെ പ്രിയപ്പെട്ട കേന്ദ്രമായിരുന്നു ഈ സ്ഥലം. മലയാളി ഡ്രൈവർമാരുടെ പ്രിയപ്പെട്ട ലക്ഷ്മണനേട്ടനായിരുന്നു ലക്ഷ്മണ നായ്ക്. കെ ലക്ഷ്മണ നായ്ക്, ഭാര്യ ശാന്തി, മക്കളായ റോഷൻ, അവന്തിക എന്നിവർ ഇടിഞ്ഞു വീണ മണ്ണിനടിയിൽപ്പെടുകയായിരുന്നു. ദേശീയപാതയിൽ കേരളം, കർണാടക, മഹാരാഷ്ട്ര, ഗോവ സംസ്ഥാനങ്ങളിലേക്കുള്ള വാഹനയാത്രക്കാരിൽ പലരും ഈ ഹോട്ടലിൽ കയറുമായിരുന്നു. പാതയോരത്ത് ലോറികൾ നിർത്തുന്ന ഡ്രൈവർമാരായിരുന്നു ഇതിൽ ഏറെ. മലയാളികളുമായി സ്ഥിരമായി ഇടപഴകിയിരുന്നതിനാൽ ലക്ഷ്മണ മലയാളം നന്നായി സംസാരിക്കും. അങ്ങനെയാണ് ഇദ്ദേഹം പ്രിയപ്പെട്ടവരുടെ ലക്ഷ്മണേട്ടനായത്. അപ്രതീക്ഷിതമായി മണ്ണിരച്ചെത്തിയപ്പോൾ നിസ്സഹായരായി നോക്കി നിൽക്കാനേ ഇവർക്ക് കഴിഞ്ഞുള്ളൂ. കുടുംബത്തിനൊപ്പം കടയും മണ്ണിനടിയിലായി. രക്ഷാപ്രവർത്തനത്തിൽ ആദ്യം കണ്ടെത്തിയ മൃതദേഹവും ഇവരുടേതായിരുന്നു. കട നിന്നിരുന്ന സ്ഥലത്ത് ഇന്നൊരു കല്ല് മാത്രമാണുള്ളത്. അപകടത്തിന് മുമ്പുള്ള ഹോട്ടലിന്റെ ചിത്രവും ഇപ്പോൾ സമൂഹമാധ്യമത്തിൽ നൊമ്പരമാവുകയാണ്. അർജുന്റെ തിരച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഈ കുടുംബത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും പുറത്തു വരുന്നത്. ലോറി ഡ്രൈവർ അർജുൻ അവസാനമായി സംസാരിച്ച സുഹൃത്ത് സമീറുമായുള്ള ഫോൺ സംഭാഷണത്തിനിടെ പരാമർശിച്ച ലക്ഷ്മണനേട്ടൻ ഇദ്ദേഹമാണ്. താൻ ഗോകർണത്തെ ലക്ഷ്മണേട്ടന്റെ കടയുടെ അടുത്ത് ലോറി നിർത്തി ഉറങ്ങാൻ പോവുകയാണെന്ന് അർജുൻ അറിയിച്ചതായാണ് സമീർ പറഞ്ഞത്. യാത്രക്കിടെ പലതവണ വീട്ടിലേക്ക് വിളിക്കുന്നതിനാൽ സ്ഥലത്തെക്കുറിച്ച് മുൻപേ പറഞ്ഞിട്ടുള്ളതിനാൽ ഈ ചായക്കട അവർക്കും സുപരിചിതമായിരുന്നു. ബൽഗാമിൽ നിന്ന് അക്വേഷ്യ മരവുമായി നാട്ടിലേക്ക് വരുന്നതിനിടെ പതിവ് പോലെ വിശ്രമത്തിനായാണ് അർജുൻ കടയ്ക്ക് സമീപം ലോറി നിർത്തിയത്. ഈ സമയത്താണ് അപ്രതീക്ഷിതമായ ദാരുണ സംഭവം അരങ്ങേറിയത്. കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരച്ചു കയറി. ഈ സമയത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടായെന്നാണ് നാട്ടുകാർ പറയുന്നത്. പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂട് അനുഭവപ്പെട്ടെന്ന് ദൃക്സാക്ഷിയായ തമ്മു വെങ്കട പറഞ്ഞു. എന്നാൽ തീ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. 1/2 കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ്. മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗക്കാരുമാണ് ഇവിടെ കൂടുതലുള്ളത്. 6 വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു. 9 പേരെ കാണാതായി. ഇവരിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി. പരിക്കേറ്റ 7 പേർ ആശുപത്രിയിലാണ്. വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു. ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ 2 പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് 7 കിലോമീറ്റർ അകലെ നിന്ന് കണ്ടെത്തിയത്. രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല. ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിനും വെള്ളം ഉയരാനും കാരണമെന്നാണ് കരുതുന്നത്.